യേശുപ്പച്ചൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുഭാഷിതൻ്റെ പുസ്തകം 2 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: മകനെ, എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിൻ്റെ ഹൃദയം ചായിക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നിഗൂഢനിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? നമ്മൾ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവരായിരിക്കണം, ദൈവത്തെ തേടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. ഈ വചനം നിങ്ങളെല്ലാവരും വായിക്കണം, ധ്യാനിക്കണം. നമ്മൾ യേശുവിനെ അന്വേഷിക്കുമ്പോഴാണ്, നിഗൂഢനിധി എന്ന പോലെ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ യേശുവിനെ കണ്ടെത്തുന്നത്. യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, യേശുവിനെ സ്നേഹിക്കുന്ന, അതോടൊപ്പം എന്നെയും സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും എന്നെ ഈ വചനം കേൾക്കുകയും ഈ വചനം കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന നിങ്ങളെല്ലാം എപ്പോഴും ഓർത്ത് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് ദൈവത്തിൽ വളരാം. യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നമുക്ക് വളരാം. യേശു എന്താണ് പറയുന്നത്? എന്നെ അന്വേഷിക്കുന്ന ജ്ഞാനി ഉണ്ടോ എന്ന് ഞാൻ ആരായുന്നു. യേശു ആരായുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ യേശു അന്വേഷിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ മക്കളായാണോ ജീവിക്കുന്നത്? യേശുവിൻ്റെ സ്വഭാവ ഗുണമുള്ളവരാണോ നമ്മൾ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവിൻ്റെ നിയമമൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ജ്ഞാനത്തിന് നമ്മൾ ചെവി കൊടുക്കാനാണ് പറയുന്നത്, കർത്താവിൻ്റെ ജ്ഞാനം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ അറിവിനെയും നിഗൂഢനിധി പോലെ അന്വേഷിക്കണം. അപ്പോൾ ദൈവഭക്തി എന്തെന്ന് നമ്മൾ ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഓർത്ത് ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാം എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് പ്രാർത്ഥന ചോദിച്ചുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അവരെല്ലാം ദൈവവചനം ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ തീക്ഷ്ണതയുള്ളവരാകുവാനും, കർത്താവേ, അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും എല്ലാം കൃപ കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്ന വാഴ്ത്തുന്ന പിതാവേ. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹം ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.